വിസിബിൾ ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാവരെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഷീല ആലക്കോട്, കണ്ണൂരിൽ നിന്ന് ജോയിൻ ചെയ്യുന്നു. നമുക്കറിയാം, സൗന്ദര്യം ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ? അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ് സ്കിൻ കെയർ. അതിന്റെ സൗന്ദര്യം, എങ്ങനെ നമ്മുടെ സ്കിൻ സംരക്ഷിക്കാം എന്നൊക്കെ ഉള്ളത് നമ്മൾ എപ്പോഴും ഉത്കണ്ഠാകുലരാണ്. അതിനുവേണ്ടി ഒരുപാട് പണം ചെലവാക്കാനും ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ പഴയൊരു എല്ലാം തയ്യാറാണ്. അപ്പോ നമ്മൾ ഇന്ന് ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ വെസ്റ്റിജ് ഫാമിലിയിൽ തന്നെ നമ്മൾക്കൊരു ഡോക്ടറെ കിട്ടിയിരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ DUCD കുടുംബത്തിലുള്ള ഡോക്ടർ മൂകാംബിക എസ് നായരാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. സ്കിന്നിനെ കുറിച്ചും സ്കിൻ കെയറിനെ കുറിച്ചും അതിന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ടിപ്സ് ഒക്കെ പറഞ്ഞു തന്ന് നമ്മളെ പഠിപ്പിക്കാൻ, ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. നമ്മുടെ ജ്യോതിഷ് കുമാർ സാറിന്റെ DUCD ആയ അദ്ദേഹത്തിന്റെ ഡോക്ടർ ഇൻ ലോ ആണ്. അപ്പോൾ നമ്മുടെ വെസ്റ്റിജ് ഫാമിലിയിലേക്ക് മാമിനെ ഫസ്റ്റ് ഓഫ് ഓൾ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഡോക്ടർ മൂകാംബിക മാം. Thank you so much. ഓക്കെ മാം, ഓഡിബിൾ ആണ്. Okay. Good evening all. Myself, Dr. Mookambika. I am an MBBS graduate and a proud daughter-in-law of Mr. Jyotish Kumar. I am so happy and proud to be a part of this winning team today. And thank you for giving me this opportunity. അപ്പോൾ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് സ്കിൻ കെയർ ആൻഡ് ബ്യൂട്ടി ആണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ അച്ഛനിത് സെഷൻ എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചിന്തിച്ചില്ല. ഓക്കെ, ഐ വിൽ ടേക്ക് ഇറ്റ് എന്ന് തന്നെയാണ് പറഞ്ഞത്. ബിക്കോസ് എൻ്റെ ഫസ്റ്റ് റീസൺ, ഞാനൊരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. പിന്നെ എനിക്ക് സ്കിൻ കെയർ വളരെ ഇഷ്ടമാണ്. പിന്നെ സെക്കൻഡ്ലി വന്നിട്ട് ആസ് എ ഡോക്ടർ എനിക്ക് കുറച്ചും കൂടെ സ്കിന്നിനെ പറ്റി കുറച്ചും കൂടെ ഒക്കെ പഠിച്ചത് കൊണ്ട് കുറച്ചുകൂടെ നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. പിന്നെ അച്ഛന്റെ ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ ഞാൻ കാണുന്നതാണ്. ഈച്ച് ആൻഡ് എവ്രി വണ്ണിനടുത്തുള്ള അച്ഛന്റെ ഒരു കമ്മിറ്റ്മെന്റും, പിന്നെ എല്ലാ എത്ര മീറ്റിംഗ് ചെയ്താലും എത്ര ടോക്ക് ചെയ്താലും ആ ഒരു ആവേശം, ഒരു എക്സൈറ്റ്മെന്റ് കുറയാതെ ഉള്ള അച്ഛന്റെ ആ ഒരു സംസാരം, ഹീസ് വെരി പാഷനേറ്റ് ടുവാർഡ്സ് ഹിസ് ഗോൾസ്. സോ അതൊക്കെ എന്നെ വളരെ ഇൻസ്പയർ ചെയ്തു. അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഈ സെഷൻ അങ്ങ് ചെയ്യാമെന്ന് ഓർത്തത്. സോ എന്റെ മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ സ്കിൻ ബേസിക്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് നമ്മുടെ വെസ്റ്റീജ് ബ്യൂട്ടി പ്രോഡക്ട്സ് ആണ്. അപ്പം സ്കിൻ ബേസിക്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്കറിയാം, സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഒരു ലാർജസ്റ്റ് ഓർഗൻ ആണ്. സോ നമ്മുടെ ബോഡിയുടെ ഫുൾ ഔട്ടർ കവറിങ് എന്ന് പറയുന്നത് സ്കിന്നാണ്. അപ്പം അതിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അതിനൊരു വലിയ പാർട്ടുണ്ട്. ഓക്കെ, പിന്നെ ബ്യൂട്ടി എന്ന് പറയുമ്പോഴത്തേക്കിനും വാട്ട് ഈസ് ബ്യൂട്ടി? ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതിന് പലതരം ഡെഫിനിഷൻസ് ആണ്. ബ്യൂട്ടി എന്ന് പറഞ്ഞ ഒരു കോംപ്ലെക്സ് ആൻഡ് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. പിന്നെ ഹിസ്റ്റോറിക്കലി, കൾച്ചറലി ആൻഡ് ഇൻഡിവിജ്വലി ബ്യൂട്ടിക്ക് യുണീക് ഡെഫിനിഷൻസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോഴത്തേനും ഓരോരുത്തരുടെ കണ്ണിലും ബ്യൂട്ടി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. സോ അതിന് പല ഡെഫിനിഷൻസ് ഉണ്ട്. ആൻഡ് അതാണ് ബ്യൂട്ടി ഒരു പവർഫുൾ ആൻഡ് ഒരു ഇവോൾവിംഗ് കോൺസെപ്റ്റ് ആയിട്ട് മാറ്റുന്നത്. ഓക്കെ, സോ നമ്മുടെ ഇൻട്രൊഡക്ഷൻ വന്നിട്ട് സ്കിന്നിന്റെ സ്ട്രക്ചർ, ഫങ്ഷൻ ആൻഡ് ടൈപ്സിനെ പറ്റിയാണ് ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ വെസ്റ്റീജ് ബ്യൂട്ടി പ്രോഡക്ട്സിന്റെ ഒരു അഡ്വാൻറ്റേജസ്, നമ്മുടെ ബെനിഫിറ്റ്സ്, പിന്നെ ഇൻസൈറ്റ്സ് ഓൺ എൻഹാൻസിങ് സ്കിൻ ഹെൽത്ത് എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു സ്കിൻ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാം, ഓവറോൾ നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റി. പിന്നെ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ബ്യൂട്ടി പ്രോഡക്ട്സ് അത്രയും സ്കിൻ കെയർ അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, പിന്നെ അവനവന്റെ കൺസേൺസ് അനുസരിച്ച് നമുക്ക് സ്കിൻ കെയർ യൂസ് ചെയ്യാൻ പറ്റുക, ഇങ്ങനെയുള്ളതാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത്. സോ ഈ 4 പോയിന്റ് ആണ് മെയിൻ ആയിട്ടും ഞാനിവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ സ്കിൻ സ്ട്രക്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് അതിന് 3 ലെയേഴ്സ് ആണുള്ളത്. അപ്പം ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എപ്പിഡെർമിസ്, സെക്കൻഡ് ലെയർ ഡെർമിസ്, ആൻഡ് തേർഡ് ലെയർ എന്ന് പറയുന്നത് ആൻഡ് ഡീപ്പസ്റ്റ് ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പോഡെർമിസ് ആണ്. സോ എപ്പിഡെർമിസ് എന്ന് പറയുമ്പോഴത്തേനും അത് ടോപ്പ് മോസ്റ്റ് ലെയർ ആണ്. ടോപ്പ് മോസ്റ്റ് ലെയറിൽ നമ്മുടെ ഇൻഫെക്ഷൻസിനെതിരെ, നമ്മുടെ UV റേസ്, സൺ ഡാമേജിനെതിരെ, പൊല്യൂട്ടൻസിനെതിരെ, പിന്നെ വന്നിട്ട് കെമിക്കൽസ്, ഇഞ്ചുറീസ്, ഇതിനെതിരെ എല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലെയർ, ഒരു ഔട്ടർ കവറേജിന്റെ ആ ഒരു ലെയർ ആണ് നമ്മുടെ എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. സോ അവിടെയാണ് നമ്മുടെ
മെലാനിൻ എന്ന് പറഞ്ഞ സ്കിന്നിന് പിഗ്മെന്റ് കൊടുക്കുന്ന ഒരു ഫാക്ടർ ഉള്ളത്. മെലാനിൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്കിന്നിൽ വളരെ കൂടുതലാണ്, നമുക്ക് കൂടുതലാണ് മെലാനിൻ. അതുകൊണ്ട് തന്നെ നമുക്ക് സണ്ണിൽ നിന്ന് നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. നമ്മളെ യൂറോപ്യൻ കൺട്രീസിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ അവരുടെ സ്കിന്നിൽ മെലാനിൻ തീരെ ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്കിൻ ക്യാൻസർ അവർ വളരെ പ്രോൺ ടു സ്കിൻ ക്യാൻസേഴ്സ് ആണ്. ഓക്കെ, അപ്പം മെലാനിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ഓക്കെ, അടുത്ത ഡെർമിസ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ മിഡിൽ ലെയർ ആണ്. മിഡിൽ ലെയർ ഡെർമിസിൽ നമുക്ക് കൂടുതലായിട്ട് വരുന്നത് അത് നമ്മളുടെ സ്കിന്നിന്റെ സ്ട്രെങ്ത്, ഇലാസ്റ്റിസിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ലെയർ ആണ് ഡെർമിസ് എന്ന് പറയുന്നത്. അവിടെ ഉള്ളത് ബ്ലഡ് വെസൽസ്, നമ്മുടെ സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസ്, ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസ്, നമ്മുടെ ഹെയർ ഫോളിക്കിൾസ്, കണക്റ്റീവ് ടിഷ്യൂസ്, ഇതെല്ലാം വരുന്നതാണ് നമ്മുടെ ഡെർമിസ് എന്ന് പറഞ്ഞാല്. അവന് വേറൊരു പ്രത്യേകതയും കൂടെ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ സെൻസറി റെസെപ്റ്റേഴ്സ് ഉണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ ടച്ച്, നമ്മുടെ പെയിന്, നമ്മുടെ ടെമ്പറേച്ചർ എല്ലാം നമുക്ക് സ്കിന്നിൽ കൂടെയാണ് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. സോ അവിടെ നമുക്ക് റെസെപ്റ്റേഴ്സ് ഉണ്ട്, നെർവ് എൻഡിങ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. സോ ഈ കാര്യങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഡെർമിസിൽ. അടുത്ത് വന്നിട്ട് ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത് ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ലെയർ ആണ്. അവിടെ മെയിൻ ആയിട്ട് വന്നിട്ട് ഫാറ്റ് ആണ് അടങ്ങിയിരിക്കുന്നത്. സോ ആ ഫാറ്റിന്റെ അതിനും ഒരു ആക്ഷൻ ഉണ്ട് എന്ന് വെച്ചാൽ അതൊരു കുഷൻ പോലെ ആക്ട് ചെയ്യും. നമ്മുടെ മസിൽസിനെയും ബോൺസിനെയും എല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കുഷൻ പോലെയാണ് ആ ഫാറ്റ് ലെയർ ആക്ട് ചെയ്യുന്നത്. അതിന്റെ ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ടും ഒരു ഇൻസുലേഷൻ, നമ്മളൊരു ഇൻസുലേഷൻ, ഒരു കവറേജ് പോലെ, നമ്മളെ ഉള്ളിലുള്ളതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കവറേജ് പോലെയാണ് നമ്മുടെ ഹൈപ്പോഡെർമിസ് ആക്ട് ചെയ്യുന്നത്. സോ ഈ മെയിൻ ആയിട്ടുള്ള 3 ലെയേഴ്സ് ആണ് നമ്മുടെ സ്കിന്നിനുള്ളത്. ഇതാണ് സ്കിൻ ലെയേഴ്സ്. ഇതിന്റെ ഒരു പിക്ചർ ആണ്. എപ്പിഡെർമിസ്, ഡെർമിസ് ആൻഡ് ഹൈപ്പോഡെർമിസ്. സോ നമ്മുടെ സ്കിന്നിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫങ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കിനും മെയിൻ ആയിട്ട് പ്രൊട്ടക്ഷൻ ആണ്, ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആണ്. നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനും എക്സ്റ്റേണൽ എൻവയോൺമെന്റിനും ഇടയ്ക്കുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ അവിടെ പ്രൊട്ടക്ഷൻ വരുമ്പോൾ നമ്മുടെ ഈ പാത്തോജൻസ് എന്ന് പറയും, ഞങ്ങളുടെ മെഡിക്കൽ ടേംസിൽ ബാക്ടീരിയ ആൻഡ് വൈറസ് എല്ലാം കൂടെ ചേർന്നാണ് പാത്തോജൻസ്. സോ അതിനെ പ്രൊട്ടക്ട് ചെയ്യും, അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ ഓരോ നമ്മുടെ പൊല്യൂഷൻസ്, കെമിക്കൽസ്, പിന്നെ അങ്ങനെയുള്ള സൺ ഡാമേജ് നിന്ന് പ്രൊട്ടക്ഷൻ വരുന്ന നമ്മുടെ ഒരു സ്കിന്നാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇതിൽ നിന്നൊക്കെ. പിന്നെ റെഗുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ടെമ്പറേച്ചർ റെഗുലേഷൻ, സ്വെറ്റ് വഴി നമ്മുടെ അകത്തുള്ള ടോക്സിൻസിനെയൊക്കെ പുറത്തേക്ക് തള്ളുകയും പിന്നെ അങ്ങനെ ബോഡിയെ നമ്മൾ കൂളാക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു റെഗുലേഷൻ വന്നിട്ട് സ്കിന്നാണ് ഫങ്ഷൻ ചെയ്യുന്നത്, റെഗുലേഷൻ. അപ്പം നമ്മുടെ ബോഡിയെ ഹീറ്റ് റീറ്റെയിൻ ചെയ്യാനും സ്വെറ്റ് വഴി നമ്മുടെ ബോഡിയെ കൂളാക്കാനും ഉള്ള ഒരു ഫംഗ്ഷനാണ് ഈ റെഗുലേഷൻ എന്ന് പറഞ്ഞ ഇതുവഴി സ്കിൻ ചെയ്യുന്നത്. അടുത്ത് വന്നിട്ട് സെൻസേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സെൻസറി നെർവ് എൻഡിങ്സ് ഉള്ളത് കൊണ്ട്, ഈ റെസെപ്റ്റേഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ നമ്മൾ ടച്ച്, ടെമ്പറേച്ചർ, നമ്മുടെ പെയിൻ, ഇതെല്ലാം അറിയാൻ പറ്റുന്നത് ഈ സെൻസറി ഫൈബേഴ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സ്കിന്നിൽ. അടുത്ത് വന്നിട്ട് അബ്സോർപ്ഷൻ, എക്സ്ക്രീഷൻ. പല ടോക്സിൻസിന്റെയും പുറന്തള്ളാനും, പല ടോക്സിൻസ് സ്വെറ്റ് വഴി നമ്മുടെ ഉള്ളിലുള്ളതിനെ പുറന്തള്ളാനും നമ്മൾ സ്കിന്നിൽ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് ഉണ്ടല്ലോ അതിനെയൊക്കെ എഫക്റ്റീവായിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് നമ്മുടെ സ്കിന്നിന് പറ്റുന്നു. അതൊരു മെയിൻ ഫംഗ്ഷൻ ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ വൈറ്റമിൻ ഡിയുടെ സിന്തസിസ് ആണ്. നമ്മുടെ സൺലൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വൈറ്റമിൻ ഡി എന്ന് പറയുന്നതിനെ അബ്സോർബ് ചെയ്ത് അതിനെ സിന്തസൈസ് ചെയ്ത് നമ്മുടെ ബോൺസിൽ കൊടുക്കാനായിട്ട് പറ്റുന്നത് നമ്മുടെ സ്കിന്നിന് മാത്രമാണ്. സോ നമുക്ക് വൈറ്റമിൻ ഡി അത്രയ്ക്കും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ മാക്സിമം നമ്മളൊരു മോർണിംഗ് ഒരു 7 to 10 ഇടയ്ക്ക് നമ്മുടെ സൺലൈറ്റ് ഒരു 15 മിനിറ്റ്സ് കൊള്ളുകയാണെങ്കിൽ നമ്മുടെ വൈറ്റമിൻ ഡി എഫക്റ്റീവ് ആയിട്ട് സിന്തസൈസ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ്, നമ്മുടെ വൈറ്റമിൻ ഡിയുടെ സബ്ലിംഗ്വൽ സ്പ്രേ ഉണ്ട്, അത് ഡെയിലി നമുക്ക് യൂസ് ചെയ്താലും നമുക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാവത്തില്ല. അപ്പൊ നമ്മൾ എല്ലാവരിലും നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഇതിൽ പകുതി മുക്കാൽ ആൾക്കാരിലും വൈറ്റമിൻ ഡി കുറവായിരിക്കും. നമ്മുടെ ഹെയർ ഫോള് തൊട്ട് നമ്മുടെ മൂഡ് ചേഞ്ചസിന് വരെ, നമ്മുടെ ബോണൊക്കെ ഈസിലി ബ്രേക്കേജ് ആവാനുള്ള ചാൻസ് നമ്മുടെ വൈറ്റമിൻ ഡി കുറവ് കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ആരും തിരിച്ചറിയില്ല. പലരും വൈറ്റമിൻ ഡി 2ഉം 3ഉം വരെ ആയിട്ടും അറിയാത്ത ആൾക്കാരുണ്ട്. പിന്നെ പലരിലും അത് പല രീതിയിൽ ആങ്സൈറ്റി ആയിട്ട്, ഡിപ്രഷനായിട്ടും ഒക്കെ നമുക്ക് പുറത്ത് കാണാൻ പറ്റും. സോ അങ്ങനെ അതൊരു വളരെ നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഹോർമോൺ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. സോ അതിനെ സിന്തസൈസ് ചെയ്യാന്നുള്ള ഒരു വലിയ ഫംഗ്ഷൻ നമ്മുടെ സ്കിന്ന് നടത്തുന്നുണ്ട്. പിന്നെ നമുക്ക് നല്ലൊരു ഇമ്മ്യൂൺ റെസ്പോൺസ് നമ്മുടെ സ്കിന്ന് വഴി കിട്ടുന്നുണ്ട്. ഒരുപാട് ഇമ്മ്യൂൺ സെൽസ് ഉണ്ട് നമ്മുടെ സ്കിന്നിൽ. അതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒരുപാട് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ സ്കിന്നിനെ കൊണ്ട് സാധിക്കും. ഓക്കെ, അടുത്ത് നമ്മുടെ വേറൊരു കാര്യമാണ് നമ്മുടെ സ്കിൻ ടൈപ്പിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്കിൻ ടൈപ്പ് എങ്കിലേ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്, നമ്മുടെ സ്കിന്നിനനുസരിച്ചുള്ള പ്രോഡക്ട്സ് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ സ്കിൻ ടൈപ്സിൽ നമുക്ക് 5 സ്കിൻ ടൈപ്പ് ആണ് ഉള്ളത്. ഒന്ന് നോർമൽ സ്കിൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു വെൽ ബാലൻസ്ഡ് സ്കിൻ ആണ് വിത്ത് ഫ്യൂ ഇംപെർഫെക്ഷൻസ് എന്ന് പറയും. ചെറിയ കുറ്റവും കുറവുകളും, കാരണം നത്തിങ് ഈസ് പെർഫെക്റ്റ്, ഒന്നും പെർഫെക്റ്റ് അല്ല. ഇപ്പൊ നോർമൽ സ്കിൻ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണുള്ളൂ. വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്കിൻ ആയിരിക്കും. അടുത്ത ഓയിലി വന്നിട്ട്
എക്സസ് ഓയിൽ പ്രൊഡക്ഷൻസ് കാണും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അത് അറിയാൻ പറ്റിയെന്ന് വെച്ചാൽ, നമ്മളൊരു ഫേസ് വാഷ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് വൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ നിന്ന് ഒരുപാട് ഓയിൽ ആ ടിഷ്യൂ പേപ്പറിൽ വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഓയിലി സ്കിന്നാണ്. എക്സസ് ഓയിൽ എല്ലാ ഭാഗത്തും, സ്കിന്നിന്റെ എല്ലാ ഭാഗത്തു നിന്നും വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഇസ് ഓയിലി. പിന്നെ ഡ്രൈ സ്കിൻ ഉണ്ട്. ഡ്രൈ സ്കിൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മുടെ സ്കിൻ ഭയങ്കര റഫ് ആയിരിക്കും, ഭയങ്കര ഒരു ഫ്ലേക്കി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, ഒട്ടും മോയ്സ്ചർ കാണത്തില്ല. അതാണ് ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത്. അടുത്ത് വന്നിട്ട് കോമ്പിനേഷൻ സ്കിൻ ആണ്. ഈ ഒരു ഓയിലിനെസ്സും ഡ്രൈനെസ്സും ഈ ഒരു നോർമൽ ഡ്രൈ ഇങ്ങനെ ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. ഓയിൽ സ്കിൻ നമുക്ക് കോമ്പിനേഷൻ സ്കിൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ടീ സോൺ എന്ന് പറയും, നമ്മുടെ ഒരു ഫോർഹെഡ്, നമ്മുടെ നോസ്, നമ്മുടെ ചിന്ന്, ഇത്രയും പാർട്ട് ഓയിലി ആയിരിക്കും. ഈ രണ്ട് സൈഡ് നമ്മുടെ ചീക്സ് വരുമ്പോൾ ഒന്നി ഡ്രൈ ഓർ നോർമൽ ആയിരിക്കും. അപ്പൊ അതാണ് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത്. ഈ ഒരു പാർട്ട് മാത്രം, ഈ ഒരു ടീ സോൺ എന്ന് പറയുന്നത്, ആ ഒരു പാർട്ട് മാത്രം ഓയിലി ആയിരിക്കും. ഓക്കെ, അടുത്ത സെൻസിറ്റീവ് സ്കിൻ. സെൻസിറ്റീവ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ എന്തൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്താലും, നമ്മൾ കുറച്ചു നേരം ഒന്ന് സൺലൈറ്റിൽ നിന്നാൽ പോലും നമുക്കൊരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഇച്ചിനെസ്, ഒരു ചൊറിച്ചിലും ഒക്കെ സ്കിന്നിൽ ഇങ്ങനെ ഫീൽ ചെയ്യും, ഒരു റെഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന ആ ഒരു ഇതാണ് നമ്മുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമ്മളൊരു ജെന്റിൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ടൈപ്പ് അനുസരിച്ച് നമ്മൾ പ്രോഡക്റ്റ് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട്സ് കിട്ടും. ഓക്കെ, സോ ഇതാണ് സ്കിൻ ടൈപ്സ്. ഇതാണ് ഡ്രൈ സ്കിൻ, സ്ട്രെച്ചി ആയിട്ട് ഫീൽ ചെയ്യുന്ന. നോർമൽ സ്കിൻ, നെയ്തർ ഫീൽ സ്ട്രെച്ചി നോർ ഓയിലി. അതാണ് കോമ്പിനേഷനിൽ നമ്മളെ ടീ സോണിൽ ഞാൻ പറഞ്ഞതുപോലെ ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഓയിലി സ്കിൻ എന്ന് പറയുന്നതിന് മൊത്തത്തിൽ നമുക്ക് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യും. അടുത്ത് നമ്മുടെ പ്രോഡക്ട്സിന്റെ യുണീക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നതിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. യുണീക് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇന്നോവേറ്റീവ് ഫോർമുലാസ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് സ്കിൻ ഹെൽത്തിനെ എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള പ്രോഡക്ട്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ പ്രോഡക്ട്സ് മാക്സിമം യൂസ് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്, ടെസ്റ്റഡ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്, ആൻഡ് GMP ഹലാൽ സർട്ടിഫൈഡ് ആയിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് ക്വാളിറ്റി അത്രയ്ക്ക് എൻഷുർ ചെയ്യാനായിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള അത് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഒരു 10 years ആയിട്ട് നമ്മുടെ പ്രോഡക്ട്സ് മാർക്കറ്റിലുണ്ട്. അപ്പം അതിന് കൺസ്യൂമർ സേഫ് ആണ്, നിൽ സൈഡ് എഫക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പ്രോഡക്ട്സ് നമുക്ക് നമ്മുടെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. അത്രയും സൈഡ് എഫക്ട്സ് കുറവായതുകൊണ്ട് തന്നെയാണ്. അടുത്ത് വന്നിട്ട് ഒരു വൈഡ് റേഞ്ച് ആണ്. നമ്മുടെ പേഴ്സണൽ കെയറിനാണെങ്കിലും നമ്മുടെ ബ്യൂട്ടി, സ്കിൻ കെയർ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വെൽനെസ്, ഇതിനെല്ലാം ഉള്ള ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. നമ്മുടെ കൺസേൺ അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്ട്സ് ആണ് നമ്മുടെ കമ്പനിക്ക് ഉള്ളത്. സോ നമുക്ക് എങ്ങനെ പ്രോഡക്ട്സ് നമ്മുടെ റൂട്ടീനിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ബേസിക്കലി സ്കിൻ കെയർ എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് 3 steps ഉണ്ട്. ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്, പിന്നെ സൺസ്ക്രീൻ. അതിൽ നമ്മൾ ടോണിങ് ഒഴിവാക്കിയാൽ നമ്മൾ ക്ലെൻസിങ് ആൻഡ് മോയ്സ്ചറൈസിങ് ആൻഡ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെയും വൈകുന്നേരവും മാത്രം ചെയ്യുക. നമ്മൾ എപ്പോഴും ഫേസ് ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും ഫേസ് വാഷ് യൂസ് ചെയ്താലും നമ്മുടെ ഫേസിലുള്ള ഒരു നോർമലി നമ്മൾ ഫേസിൽ ഓയിൽ വേണം, ഓയിൽ പ്രൊഡക്ഷൻ വേണം, മോയ്സ്ചർ വേണം, ഇതെല്ലാം നമ്മൾ പിന്നെ വാഷ് ഔട്ട് ചെയ്യേണ്ടത്. സോ രാവിലെയും വൈകുന്നേരവും മാത്രം നമ്മൾ ക്ലെൻസ് ചെയ്യുക, ഫേസ് വാഷ് വെച്ച് നമ്മൾ ക്ലെൻസ് ചെയ്യുക. നമ്മുടെ ഫേസിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഡെയിലി നമ്മുടെ ആക്ടിവിറ്റീസിൽ കൂടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഡേർട്ടും പൊല്യൂട്ടൻസും എല്ലാം നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ടോണർ നമ്മൾ യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ സ്കിന്നിന്റെ ഒരു pH ഉണ്ട്. നമ്മുടെ സ്കിന്നിന്റെ pH എന്ന് പറയുന്നത് 4.5 to 5.5 ആണ്. സ്ലൈറ്റ്ലി അസിഡിക് ആയിട്ടുള്ള ഒരു pH ആണ്. അതിനെ ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും നമ്മളൊരു ലെമണോ ടൊമാറ്റോ അതിന്റെ ഒന്നും പേസ്റ്റോ നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് അതിന്റെയൊക്കെ pH എന്ന് പറയുന്നത് 2.5 പോകും, ഒത്തിരി അസിഡിക് ആയിട്ട് പോകും. അപ്പൊ നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻസ് ഉണ്ടാവും. സോ നമ്മൾ എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്യുക. സോ നമുക്ക് ടോണർ അവൈലബിൾ ആണ്. അപ്പം അത് നമ്മൾ pH-നെ ബാലൻസ് ചെയ്ത് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത് വന്നിട്ട് നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യണം. ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ട്. നമ്മുടെ വൈറ്റമിൻ സി സിറം നമുക്ക് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഏത് സിറമാണ് നമ്മുടെ ബ്ലെമിഷസ് അല്ലെങ്കിൽ നമ്മുടെ പിഗ്മെന്റേഷൻസ് ഉണ്ടല്ലോ, ഇങ്ങനെ ബ്ലാക്ക് സ്പോട്ട്സ് ആയിട്ട് വരുന്നത്, അതിനെയൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള നമ്മുടെ കയ്യിലുള്ള എന്ത് പ്രോഡക്റ്റ് ആണോ അത് ഈ ടോണറിന്റെയും മോയ്സ്ചറൈസിന്റെ ഇടയ്ക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടും. അപ്പൊ മോയ്സ്ചറൈസ് ചെയ്യുക. മോയ്സ്ചറൈസ് ചെയ്യുന്ന എല്ലാ സ്കിന്നിനും മോയ്സ്ചറൈസർ ആവശ്യമാണ്. നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നൊന്നും അല്ലെങ്കിൽ നമ്മുടെ ഓയിലി സ്കിൻ, ഒരുപാട് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ മോയ്സ്ചർ ഉണ്ടെന്ന് അതിന് അർത്ഥമില്ല. ഈവൻ
ഓയിലി സ്കിന്നിന് വരെ നമ്മൾ മോയ്സ്ചറൈസർ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കിൻ കെയറിന്റെ പാർട്ടാണ്. പിന്നെ വന്നിട്ട് നമ്മുടെ പ്രൊട്ടക്ഷൻ, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം സൺ ഡാമേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സണ്ണിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ. അതൊരു ആന്റി ഏജിങ്ങും ആണ്. കാരണം നമുക്ക് ഒരുപാട് വെയിലത്ത് നിൽക്കുന്നവരുടെ സ്കിൻ എത്രയും പെട്ടെന്ന് തന്നെ ചുളിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നമ്മൾ ആ സണ്ണിന്റെ ഡാമേജിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിപ്പോ നമുക്ക് SPF സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 40+ ഉള്ള സൺസ്ക്രീൻസ് നമുക്ക് അവൈലബിൾ ആണ്. സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു 2 ഫിംഗർ ലെങ്തിൽ വേണം സൺസ്ക്രീൻ എടുക്കാനായിട്ട്. 2 ഫിംഗർ, ഈ ഫിംഗർ ലെങ്തിൽ നമ്മൾ സൺസ്ക്രീൻ എടുക്കണം. എന്നിട്ട് നമ്മൾ നമ്മുടെ ഫേസിൽ നെക്കിലുമായിട്ടാണ് ആവശ്യം അത്ര. അപ്പൊ നമ്മൾ ആദ്യം യൂസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വൈറ്റ് ആയിട്ട് തോന്നും. പക്ഷെ എല്ലാ സൺസ്ക്രീൻസും അങ്ങനെയാണ്, നമ്മൾ നല്ലപോലെ ഇരുന്ന് ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ സ്കിന്നിലോട് അത് ബ്ലെൻഡ് ചെയ്ത് ചേർക്കുക എന്നുള്ളതാണ്. എന്നിട്ട് എവറി 2 hours നമ്മൾ അത് റീ അപ്ലൈ ചെയ്യണം. എങ്കിലേ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. കാരണം നമ്മൾ സൺസ്ക്രീൻ ഇട്ടിട്ട് ഇറങ്ങുമ്പോൾ പുറത്ത് ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേനും അതെല്ലാം പോകും. ഇപ്പോഴത്തെ ഒരു ചൂടിന്റെ ഒരു അവസ്ഥ വെച്ചിട്ട് എല്ലാം സ്വെറ്റിൽ കൂടെ പെട്ടെന്ന് അങ്ങ് പോകും. സോ എവറി 2 hours നമ്മളത് റീ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. സോ ഇതാണ് സ്കിൻ കെയറിന്റെ ബേസിക് സ്റ്റെപ്സ്. അപ്പം ഈ ആന്റി ഏജിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 40s-ലോ 50s-ലോ തുടങ്ങുന്നതല്ല. നമ്മുടെ മുഖത്ത് ചുളുങ്ങാൻ തുടങ്ങുന്നത്, നമ്മുടെ ഹെൽത്ത് പോകാൻ തുടങ്ങുന്നത് ഒരു 40s-ലും 50s-ലും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പോഴല്ല നമ്മൾ ഇത് തുടങ്ങുന്നത്. പക്ഷെ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലോ. നമ്മൾ അപ്പോഴെങ്കിലും യൂസ് ചെയ്ത് തുടങ്ങുക. അപ്പം നമ്മുടെ ഒരു ലേറ്റ് 20s-ലും 30s സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ കുറയാൻ തുടങ്ങും. നമ്മുടെ കൊളാജൻ കുറയാൻ തുടങ്ങും. നമ്മുടെ ഫേസിൽ റിങ്കിൾസ് ചെറുതായിട്ട് ഫോം ചെയ്യും. സോ അതിനെ നമ്മൾ എഫക്റ്റീവ് ആയിട്ട് ഇങ്ങനെയുള്ള സ്റ്റെപ്സിൽ കൂടെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് ഡിലേ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരിക്കലും ഏജിങ്ങിനെ നമ്മൾ നാച്ചുറൽ പ്രോസസ് ആണ്. നമ്മള് ദൈവം നമ്മളെ എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, അതിൽ കൂടെ നമ്മൾ കടന്നു പോകേണ്ട ആൾക്കാരാണ് എല്ലാവരും. പക്ഷെ നമുക്ക് അതിനെ ഒന്ന് ഡിലേ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ നോക്കുമ്പോൾ ഒരു ഓക്കെ, നമ്മൾ ഈ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്കൊരു 3 months എങ്കിലും യൂസ് ചെയ്യണം നമുക്ക് ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടാനായിട്ട്. പക്ഷെ നമ്മൾ ഡെയിലി ഒരു രാവിലെയും വൈകിട്ട് ഒരു 10 minutes നമുക്ക് വേണ്ടിയിട്ട് ഒരു സെൽഫ് കെയർ, ആ ഒരു ടൈം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. ശരിക്കും നമ്മളൊരു 2 days തന്നെ ഈ പ്രോഡക്ട്സ് കറക്റ്റ് ആയിട്ട് ഈ ഒരു ലെയേഴ്സിൽ നമ്മൾ സ്കിൻ കെയർ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു 2 days തന്നെ നമ്മുടെ ഫേസിൽ ഒരു ഗ്ലോ ഫീൽ ചെയ്യും. നമ്മളിത് വെളുക്കാനും അങ്ങനെയൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും കോംപ്ലക്ഷൻ നല്ല കോംപ്ലക്ഷനാണ്. ഡാർക്ക് ടോൺസ് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും വാം ടോൺസ് ആണെങ്കിലും എല്ലാവരുടെയും സ്കിൻ നല്ല സ്കിന്നാണ്. അതിന്റെ ഒരു കോംപ്ലക്ഷൻ കുറച്ച് ബ്രൈറ്റർ ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കൂടെ ആലോചിക്കുന്നത്. പിന്നെ റിങ്കിൾസ് കുറയ്ക്കുക, നമ്മുടെ ഈ ചുളിവുകളും എല്ലാം മാക്സിമം ഡിലേ ചെയ്യുക. അങ്ങനെ നമ്മുടെ ഒരു നല്ലതായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് വെക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളെ പുറമേ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഭക്ഷണം, ഒരു ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരു 2 liters എങ്കിലും വെള്ളം, ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം കുടിക്കാതിരിക്കുക. കുറച്ച് സമയം വെച്ചോ അല്ലെങ്കിൽ അലാം വെച്ചിട്ടോ എങ്ങനെയെങ്കിലും നമുക്കൊരു 2 liters വെള്ളം ഡെയിലി എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് അത് ഹൈഡ്രേറ്റ് ചെയ്യും. നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആവും. അങ്ങനെ വെള്ളം നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. സോ അതും കൂടെ വേണം. നമ്മുടെ ഡയറ്റിലാണെങ്കിലും വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. പിന്നെ നമുക്കറിയാം സപ്ലിമെന്റ്സിന്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. ഇപ്പൊ നമ്മള് ഭയങ്കര ബിസി ലൈഫാണ്, നമുക്ക് എന്തെങ്കിലും കഴിക്കുക, പെട്ടെന്ന് എവിടെയെങ്കിലും പോകാന്നൊക്കെ ഉള്ള ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള സപ്ലിമെന്റ്സ് നമുക്ക് എടുക്കാം. നമുക്കൊരു വൈഡ് റേഞ്ച് ഓഫ് സപ്ലിമെന്റ്സ് അവൈലബിൾ ആണ്. ആന്റി ഏജിങ്ങിന്റെ സപ്ലിമെന്റ്സ് അവൈലബിൾ ആണ് നമുക്ക് എല്ലാ രീതിയിലും ഉള്ള. സോ അതൊക്കെ മസ്റ്റായിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഹെൽത്തി ആയിട്ട് നമുക്ക് പുറമേ നിന്നും അകത്തു നിന്നും ഒരു നല്ലൊരു സ്കിന്നിന്റെ ഹെൽത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് റേഞ്ചിൽ. ക്ലെൻസേഴ്സ് ഉണ്ട്, ജെന്റിൽ ഫോർമുലേഷൻസ് ആണ്. നമുക്ക് എല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റിയ ജെന്റിൽ ഫോർമുലേഷൻസ് ആണ് നമുക്കുള്ളത്. ഇത് എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുന്ന ക്ലെൻസേഴ്സ് ആണ്. പിന്നെ മോയ്സ്ചറൈസറും ഉണ്ട് എല്ലാ സ്കിൻ ടൈപ്പിനും ഉള്ളത്. സിറംസ് ഉണ്ട്. നമ്മുടെ കൺസേൺ അനുസരിച്ച്, സ്പെസിഫിക് ആയിട്ടുള്ള നമ്മുടെ കൺസേൺ അനുസരിച്ചുള്ള സിറംസ് ആണ് നമുക്കുള്ളത്. പിന്നെ മാസ്ക്, സ്ക്രബ് എല്ലാം ഉണ്ട്. നമുക്ക് ഫേസ് പാക്ക് ഉണ്ട്. ഫേസ് പാക്ക് എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ തരുന്നതാണ്. അത് ഞാൻ പേഴ്സണലി ഇതെല്ലാം യൂസ് ചെയ്യുന്നതാണ്. എന്റെ ടൂത്ത് പേസ്റ്റ് തൊട്ട് ഷാംപൂ തൊട്ട് എല്ലാം നമ്മുടെ പ്രോഡക്റ്റ് ആണ്. സോ ആസ് എ ഡോക്ടർ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ ഇൻഗ്രീഡിയൻസിനൊക്കെ ഞാൻ ഭയങ്കര കൺസേൺഡ് ആണ്. സോ ഇതെല്ലാം നോക്കിയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പേഴ്സണലി വളരെ സാറ്റിസ്ഫൈഡ് ആണ് വെസ്റ്റീജിന്റെ പ്രോഡക്ട്സിൽ. നമ്മുടെ മാസ്ക് ആൻഡ് സ്ക്രബ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്, എവിടെയെങ്കിലുമൊക്കെ ഇപ്പം ഒരു പാർട്ടിക്ക് പോകാനാണെങ്കിലോ അല്ലെങ്കിൽ ഒരു വേറെ ഫംഗ്ഷനോ ട്രിപ്പോ ഒക്കെ പോകാനാണെങ്കിൽ ഞാൻ മസ്റ്റായിട്ട് നമ്മുടെ ഇൻസ്റ്റന്റ് ഗ്ലോ ഫേസ് പാക്ക് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അത് ശരിക്കും അതിന്റെ ഗ്ലോയും നമുക്ക് അറിയാൻ പറ്റും. പിന്നെ സ്ക്രബ്സ് നമുക്ക്
നമ്മൾ ഇന്ത്യൻ സ്കിൻ ടോണിന് സ്ക്രബ്സ് നമ്മൾ വളരെ ജെന്റിലായിട്ട് ചെയ്യണം. ഒരുപാട് വാലി വരച്ച് ഉരച്ച് നമ്മുടെ സ്കിൻ നശിപ്പിക്കരുത്. ബിക്കോസ് അവിടെ പിന്നെ നമുക്ക് പിഗ്മെന്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് വളരെ ജെന്റിലായിട്ട് വേണം നമ്മൾ സ്ക്രബ്സ് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ സൺസ്ക്രീൻ, അതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ട്. സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാതിരിക്കും. ഈവൻ നമ്മള് പുറത്താണല്ലോ അകത്താണെങ്കിലും യൂസ് ചെയ്യണമെന്നാണ്. നമ്മൾ വീട്ടിനകത്ത് ഇരുന്നാൽ പോലും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. ബിക്കോസ് അത്രയും അതിന്റെ ഉള്ളിൽ ഇരുന്നാൽ വരെ നമുക്ക് സൺ ഡാമേജ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അറിയാമല്ലോ അതിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, സോ നമ്മുടെ സ്കിൻ ഹെൽത്ത് എങ്ങനെ എൻഹാൻസ് ചെയ്യാം നമ്മുടെ പ്രോഡക്ട്സ് വെച്ചിട്ട്, അതായത് നമ്മുടെ ഹൈഡ്രേഷൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. എഫക്റ്റീവ് ഹൈഡ്രേഷൻ വഴി നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കാൻ പറ്റും നമുക്ക്. പിന്നെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളെ സ്കിൻ ടോൺ ഒക്കെ കുറച്ച് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ എന്താണ്, നമുക്ക് കുറച്ചുകൂടെ റേഡിയന്റ് ആയിട്ട് അപ്പിയർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഏജിങ്ങിന്റെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ് നമ്മൾ ഈ ഒരു എല്ലാം നമ്മുടെ ഹെൽത്ത് ഇങ്ങനെ ഈ പ്രോഡക്ട്സും ഒക്കെ ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഏജിങ്ങിന്റെ സയൻസിനെ നമുക്ക് ഒരുപാട് റെഡ്യൂസ് ചെയ്ത് ഒരു യൂത്ത്ഫുൾ ലുക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത് എൻവയോൺമെന്റൽ ഡാമേജിന് എതിരെ പ്രൊട്ടക്ഷൻ. അതാണ് നമ്മുടെ UV റേസിനെതിരെ പ്രൊട്ടക്ഷൻ ഉള്ള നമ്മുടെ സൺസ്ക്രീൻ നമ്മുടെ ഡാമേജ് അത്രയും കുറയ്ക്കും. നമ്മുടെ സ്കിന്നിലുള്ള ഡാമേജ് അത്രയും കുറയ്ക്കാൻ അതിന് പറ്റും. സോ നമ്മുടെ പ്രോഡക്ട്സ് ഒരു ഗാർഡായിട്ട് തന്നെ, നമ്മുടെ സ്കിന്നിന് ഒരു ഗാർഡായിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വെസ്റ്റീജ് കമ്മിറ്റ്മെന്റ് ടു ക്വാളിറ്റി ആൻഡ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെസ്റ്റീജ് ക്വാളിറ്റി, ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ ഒരുപാട് പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബ്രാൻഡ് എന്ന് പറയുന്നത്. വെസ്റ്റീജ് പ്രയോറിറ്റൈസസ് എക്സെപ്ഷൻ ക്വാളിറ്റി ആൻഡ് കണ്ടിന്യൂസ് ഇന്നോവേഷൻ ഇൻ ഇറ്റ്സ് പ്രോഡക്ട്സ്. പിന്നെ എഫക്റ്റീവ് സ്കിൻ കെയർ സൊല്യൂഷൻസ് ആണ്. പിഗ്മെന്റേഷനെതിരെയാണെങ്കിലും ആക്നെക്കെതിരെയാണെങ്കിലും പിമ്പിൾസ്, സൺ ഡാമേജ്, ഇതിനെല്ലാം എതിരെയുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് നമുക്കുണ്ട്. ആന്റി ഏജിങ് എതിരെയാണ്, ആന്റി ഓക്സിഡൻസ് ഉണ്ട്, നമുക്ക് സപ്ലിമെന്റ്സ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഒരു എഫക്റ്റീവ് സ്കിൻ കെയർ ആണ്, സൊല്യൂഷൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, പിന്നെ നമ്മുടെ ISO സർട്ടിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രോഡക്ട്സ് എല്ലാവർക്കും ട്രസ്റ്റ് വർത്തി ആയിട്ട് നമുക്ക് പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ സർട്ടിഫിക്കേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു എന്താ സൈഡ് എഫക്ട്സും കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് സർട്ടിഫിക്കേഷൻസ് ഉള്ളത് കൊണ്ട്. ഓക്കെ, അടുത്ത ഡെഡിക്കേഷൻസ് ടു റിസർച്ച് ആണ്. ഇതെല്ലാം നമ്മൾ കണ്ടിന്യൂസ് റിസർച്ച് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ്. ഓക്കെ, കണ്ടിന്യൂസ് റിസർച്ച് ചെയ്തതിന് പാർശ്വഫലങ്ങളൊന്നും ഇല്ല എന്ന് കാണുമ്പോൾ തന്നെയാണ് കൂടുതൽ പ്രോഡക്ട്സ് വിപണിയിലോട്ട് ഇറക്കാൻ പറ്റുന്നത്. സോ ആ ഒരു ഡെഡിക്കേഷൻ ലെവലും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അടുത്ത ഗ്ലോബൽ റെക്കഗ്നിഷൻ ആൻഡ് റീച്ച് ഓഫ് വെസ്റ്റീജ്. നമുക്കൊരു ഓവർ 3000 സെയിൽസ് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പം അത് തന്നെ കാണിക്കുന്നത് നമുക്ക് എത്രത്തോളം കസ്റ്റമേഴ്സ് ഉണ്ട്, എത്രത്തോളം കസ്റ്റമേഴ്സ് നമ്മളിൽ വിശ്വാസം ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ആ അത്രയും ഔട്ട്ലെറ്റ്സിൽ കൂടെ അത്രയും റീച്ച് ഔട്ട് കിട്ടുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ടോപ്പ് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. നമ്മളൊരു സെലിബ്രിറ്റിയെ വെച്ചോ ക്രോസ് ആൻഡ് ക്രോസ് കൊടുത്തിട്ടല്ല നമ്മുടെ പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്യുന്നത്. നമ്മൾ ഡയറക്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴിയാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല നമ്മൾ നമ്മുടെ പേഴ്സണൽ യൂസ്, ഇപ്പൊ ഞാൻ എന്റെ പേഴ്സണൽ യൂസിൽ കൂടെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ആ പ്രോഡക്ട്സ് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാന്ന് പറയുന്ന പോലെ ഒരാൾ റെക്കമെൻഡ് ചെയ്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും അതിൽ നമ്മൾ വിശ്വസിക്കുന്നത്, ആ ഒരു വിശ്വാസ്യത എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഡയറക്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി സെല് ചെയ്യുന്നതിലൂടെ ആൾക്കാരുള്ള വിശ്വാസ്യതയും കൂടുതൽ പ്രോഡക്ട്സ് നമ്മളെ വാങ്ങാൻ അത് പ്രേരിപ്പിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വാസ് നെറ്റ്വർക്ക് വിത്ത് ഇന്റർനാഷണൽ എക്സ്പാൻഷൻ ആണ്. പുറത്തും ഒരുപാട് നമുക്ക് ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഇപ്പോൾ. പിന്നെ വേൾഡ് ക്ലാസ് ബ്യൂട്ടി പ്രോഡക്ട്സ് ആണ് അക്സസിബിൾ ടു വേൾഡ് ക്ലാസ് ബ്യൂട്ടി പ്രോഡക്റ്റ്. നമ്മൾ ഒരുപാട് റേഞ്ച് പ്രോഡക്ട്സ് ഉണ്ട്. അഷ്യൂറിൽ നിന്ന് തുടങ്ങി നമ്മുടെ അഷ്യൂർ നമ്മുടെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. പിന്നെ അതിൽ നിന്ന് നമുക്ക് മിസ്റ്റർ ഓഫ് മിലാൻ ആൻഡ് നമ്മുടെ പ്രീമിയം ആയിട്ടുള്ള സ്കിൻ ഫോമുല ഉണ്ട്. അങ്ങനെ ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. സോ എക്കണോമിക് എംപവർമെന്റ് ത്രൂ വെസ്റ്റീജ് എന്ന് പറയുന്നത് നമ്മുടെ ബ്യൂട്ടി പ്രോഡക്ട്സിൽ ഫോക്കസ് ചെയ്യും. ഇപ്പം പണ്ടത്തെ പോലെ അല്ല, ഇപ്പൊ ഒരുപാട് പേര് വെരി കൺസേൺഡ് അബൌട്ട് ദെയർ ബ്യൂട്ടി അല്ലെ. നമുക്ക് എല്ലാവർക്കും ഇപ്പം നല്ലതായിട്ട് നമ്മൾ ഇരിക്കണം, നല്ലതായിട്ട് ലുക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ആൾക്കാരാണ് കൂടുതൽ. പണ്ടത്തെ പോലെ പണ്ടെല്ലാവരും എങ്ങനെ ചെയ്താലും കുഴപ്പമില്ലെന്ന രീതിയാണ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം 20s തേർട്ടീസിലുള്ളവർ ഈവൻ 60s പോലും നല്ല രീതിയിൽ ഇരിക്കണം. അപ്പൊ ആ ബ്യൂട്ടി പ്രോഡക്ട്സിൽ ഫോക്കസ് ചെയ്യും തോറും നമുക്ക് ആ ഒരു നമ്മുടെ പേഴ്സണൽ കോൺഫിഡൻസും അതിനെയൊക്കെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഡയറക്ട് സെല്ലിംഗ് മോഡൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ കൂടെ സെല് ചെയ്യുന്നത് കൂടെ നമുക്കൊരു കസ്റ്റമേഴ്സിനെ കുറച്ചുകൂടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നു.
പിന്നെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, അതൊരു മെയിൻ പോയിന്റ് ആണ്. നമ്മളിപ്പം വേറൊരു കമ്പനിയായിട്ട് കമ്പയർ ചെയ്യുകയാണ്, നമ്മളിപ്പോൾ വേറൊരു കമ്പനിയുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ വെറുതെ അത് ഓവർ പ്രൈസ്ഡ്, കമ്പാരിറ്റീവ്ലി ഓവർ പ്രൈസ്ഡ് ആണ്, അത് നമ്മൾ വാങ്ങുന്നു, അത് അവർക്കാണ് ലാഭമുള്ളത്, വാങ്ങുന്നു, ഉപയോഗിക്കുന്നു, ഇത്രേ ഉള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല, നമുക്കൊരു നമ്മൾ വാങ്ങുന്നതിലും കൂടെ നമുക്ക് കമ്പനി ഒരു ബെനിഫിറ്റ് തരും, നമുക്കൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് അതുവഴി കിട്ടുന്നുണ്ട്, അങ്ങനെ നമുക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടുന്നുണ്ട്. അപ്പൊ അതൊരു വളരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണത്. പിന്നെ ഫോസ്റ്ററിങ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഞാനിപ്പോ പറയുന്നത് പോലെ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ വഴി കൂടെ ഇത് കൊടുക്കുമ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എൻകറേജിങ് ഓണ്ടർപ്രണർഷിപ്പ്, ഒരു നമുക്ക് എന്തുവാ ഓരോ ഇൻഡിവിജ്വൽസിനെ എംപവർ ചെയ്യാണ് ഇതുവഴി. ഓക്കെ, അങ്ങനെ ഒരു എല്ലാവർക്കും ഇതിൽ എംപവർമെന്റ് ഉണ്ടാവുകയാണ്. ഓക്കെ, അതാണ് അതിന് ഉദ്ദേശിക്കുന്നത്. സോ നമ്മളിപ്പം സ്കിൻ സ്ട്രക്ചർ, ഫങ്ഷൻസിനെ പറ്റി പറഞ്ഞു, പിന്നെ ടൈപ്സ് ഓഫ് സ്കിന്നിനെ പറ്റി നമ്മൾ പറഞ്ഞു, പിന്നെ നമ്മുടെ ബ്യൂട്ടി പ്രോഡക്ട്സിനെ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സ്, പിന്നെ നമ്മുടെ ഗ്ലോബൽ റെക്കഗ്നിഷൻ ഓഫ് നമ്മുടെ വെസ്റ്റീജിന്റെ കമ്പനിയുടെ ഗ്ലോബൽ റെക്കഗ്നിഷനെ പറ്റി നമ്മൾ പറഞ്ഞു, പിന്നെ നമ്മുടെ എക്കണോമിക് എംപവർമെന്റ് ത്രൂ ദി വെസ്റ്റീജ് മോഡൽ, എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടാന്നുള്ളതിനെ പറ്റി നമ്മൾ പറഞ്ഞു. സോ ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്ട്സ്. ഇതൊക്കെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. നമ്മുടെ ക്ലെൻസർ ആൻഡ് ടോണർ, നമ്മുടെ മോയ്സ്ചറൈസർ നമ്മുടെ മാംഗോ ബട്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് റിയലി ലൈക്ക് ഒരു ബട്ടർ ടെക്സ്ചർ ആണ്. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഫീൽ എന്ന് പറയുന്നത് ആൻഡ് ആ മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു നല്ല രീതിയിൽ അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ നമ്മുടെ BB ക്രീം, അത് നമ്മുടെ ബ്ലെമിഷ് റിമൂവൽ, നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് ബ്ലെമിഷ് റിമൂവ് ചെയ്യുന്നത് ഉൾപ്പെടെ നമ്മുടെ പിഗ്മെന്റേഷൻ കറക്റ്റ് ചെയ്യുന്നു, നമുക്ക് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറും കൂടെ അതിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് വളരെ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. പിന്നെ നമ്മുടെ ആന്റി ഏജിങ് നൈറ്റ് ക്രീം, നമ്മുടെ ഈ ബ്രാൻഡിലുള്ള ബ്ലാക്ക്ബെറി, ഗ്രേപ്പ് സീഡ്, ആൽഗെ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞത് ഇതൊക്കെ ആന്റി ഓക്സിഡൻസ് ആണ്. സോ അത് വളരെ എഫക്റ്റീവ് ആയിട്ട് ഒരു ആന്റി ഏജിങ് എഫക്റ്റ് നമുക്ക് തരും. ഇത് നൈറ്റ് ക്രീമാണ്. ഓക്കെ, ഇതാണ് അഷ്യൂറിന്റെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ്. നമ്മുടെ ചാർക്കോൾ പീൽ ഓഫ് മാസ്ക്, സ്ലീപ്പിംഗ് മാസ്ക്, സൺസ്ക്രീൻ, SPF 40+, പിന്നെ നമ്മുടെ ബോഡി വാഷ് ഉണ്ട്, ഫേസ് സ്ക്രബ് ഉണ്ട്, ഡേ ക്രീം ഉണ്ട്, ലൈറ്റനിങ് ക്രീം ഉണ്ട്. ഇങ്ങനെ ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് നമുക്ക് അഷ്യൂർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദി വൈറ്റമിൻ സി സിറം. ഞാനൊരു 2 years ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് വൈറ്റമിൻ സി സിറം. എന്റെ സ്കിൻ കെയറിൽ മസ്റ്റ് ആണ്. ഞാൻ വളരെയധികം റെക്കമെൻഡ് ചെയ്യുന്ന, ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടൊരു പ്രോഡക്റ്റ് ആണ് ഇത്. ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, റിങ്കിൾസ് ഒക്കെ കുറയ്ക്കും. പിന്നെ വൈറ്റമിൻ സി നമ്മൾ ക്ലെൻസർ, ടോണർ, എന്നിട്ട് നമ്മൾ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുക. ഒരു 2-3 ഡ്രോപ്സ് യൂസ് ചെയ്താൽ മതി, നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളൊരു 2 minutes വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ. അതൊന്ന് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവുന്ന ഒരു ടൈമിൽ വേണം നമ്മൾ അത് അത്ര നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. സോ ഇതിന്റെ കൂട്ടത്തിൽ സൺസ്ക്രീൻ അടുത്ത് വരുമ്പോഴത്തേക്കിനും സൺസ്ക്രീന് സൺ പ്രൊട്ടക്ഷൻ മാത്രമല്ല, ഇതിന്റെ കൂടെ ചേർന്നൊരു ആന്റി ഏജിങ് എഫക്റ്റും തരുന്നുണ്ട്. രണ്ടും കൂടെ ചേർന്നിട്ടൊരു നല്ല ആക്ഷൻ ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത് യൂസ് ചെയ്ത് നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മുടെ സ്കിന്നിൽ വരുന്ന ഒരു ഗ്ലോ നമുക്ക് മനസ്സിലാവും. അടുത്ത നമ്മുടെ ഒരു ബ്രാൻഡാണ് മിസ്റ്റർ ഓഫ് മിലാൻ എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ കളേർഡ് കോസ്മെറ്റിക്സ് എല്ലാം അവൈലബിൾ ആണ്. ഫൗണ്ടേഷൻസ് തൊട്ട് ലിപ്സ്റ്റിക്സ്, നമ്മുടെ ഐ ഷാഡോസ്, അങ്ങനെ നമുക്കറിയാം ആസ് ഗേൾസ്, ആസ് വിമൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമ്മളെ ഭയങ്കര എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് പ്രോഡക്ട്സ് നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കുറച്ചും കൂടെ നമ്മുടെ പ്രീമിയം ബ്രാൻഡാണ് സ്കിൻ ഫോർമുല എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലൊരു വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. നമ്മുടെ ഹൈഡ്രേഷൻ ക്രീം ഉണ്ട്, ഗ്ലോ ഷീറ്റ് മാസ്ക് ഉണ്ട്. ഈ ഗ്ലോ ഷീറ്റ് മാസ്ക് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ആ സ്കിന്ന് നമ്മളൊരു സപ്പിൾ ആയിട്ടൊരു സ്കിന്നിന് ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽ എന്ന് പറയുന്നത് അതൊരു നമുക്കൊരു ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ഒരു ഫീലാണ് അത്. പിന്നെ നമ്മുടെ അൺഡ്രൈസറും ഒക്കെ മസ്റ്റ് ആയിട്ട് നമ്മൾ മോർണിംഗും നമ്മൾ കിടക്കുന്നതിന് മുന്നേ യൂസ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഈ ക്ലെൻസറും ടോണറും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതെല്ലാം യൂസ് ചെയ്യാം. നമ്മുടെ അൺഡ്രൈ ക്രീം യൂസ് ചെയ്യാം, നമ്മുടെ ഈ ബ്ലെമിഷസ് പിഗ്മെന്റ് കുറയ്ക്കുന്ന സിറംസും എല്ലാം ഇതിനിടയിൽ യൂസ് ചെയ്യണം. ഈ മോയ്സ്ചറൈസറിന്റെയും ടോണറിന്റെ ഇടയ്ക്കുള്ളതിനകത്താണ് നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഡീപ് ക്ലെൻസിങ് ഓയിൽ ഉണ്ട്. ഡീപ് ക്ലെൻസിങ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഈ ഡെയിലി മേക്കപ്പ് നമ്മൾ ഇടുകയാണെങ്കിൽ മേക്കപ്പ് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഡബിൾ ക്ലെൻസിങ് എന്ന് പറയത്തില്ലേ, ഫസ്റ്റ് നമ്മൾ ഡീപ് ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്ത് നമ്മുടെ മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസ് വാഷ് വെച്ച് നമ്മൾ സാധാരണ പോലെ ക്ലീൻ ചെയ്താൽ എഫക്റ്റീവ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കിട്ടും. ഓക്കെ, പിന്നെ ലിപ് ബാം നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലിപ്പിന്റെ കെയറും. ലിപ്പിന് സണ്ണിൽ നിന്നുള്ള പ്രൊട്ടക്ഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മുടെ വെലിനോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് നമുക്ക് ലിപ് കെയറിൽ
ഒരു SPF ഫാക്ടറും കൂടെ ഉണ്ട് അതിനകത്ത്. സോ നമുക്ക് സൺ ഡാമേജിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ലിപ് ബാം ഇട്ട് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമ്മുടെ ലിപ്സ് ഭയങ്കര ഡ്രൈഡ് ഔട്ട് ആവും. ലേഡീസിനെല്ലാം അറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഡ്രൈ ഔട്ട് ആവുമ്പോൾ അതൊരു നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പെട്ടെന്ന് ക്രാക്ഡ് ആയിട്ടും ചാപ്ഡ് ആയിട്ടും ഫീൽ ചെയ്യും. സോ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹൈഡ്രേറ്റഡ് ആയിട്ട് തന്നെ വെച്ചേക്കും. സോ നമുക്ക് ലിപ് ബാം എപ്പോഴും നമ്മുടെ ലിപ്സിൽ വേണം. നമ്മൾ രാവിലെ തൊട്ട് വൈകിയോളം നമ്മുടെ ലിപ്സിൽ വേണം. അല്ലെങ്കിൽ ക്രാക്ക് ആവും, പിഗ്മെന്റേഷൻ ഉണ്ടാവും, സൺ ഡാമേജ് ഉണ്ടാവും. സോ വെല്ലിനോട് ഒരു വൈഡ് റേഞ്ച് ഓഫ് ലിപ് ബാംസ് നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് ലിപ്സ്റ്റിക്സ് ഓൾസോ. ഓക്കെ, സ്മഡ്ജ് ഫ്രീ ആയിട്ടുള്ള ലിപ്സ്റ്റിക് നമുക്കറിയാം. 2 hours ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ്. രാവിലെ ഇട്ടാൽ നമുക്ക് ഏറ്റവും മണിക്കൂർ നിൽക്കുന്നതാണ് ഏറ്റവും അത് പോവാതെ അവിടെ ഇരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. സോ സ്മഡ്ജ് പ്രൂഫ് ആണെങ്കിൽ നമുക്കത് ഒരു 8 hours വരെയെങ്കിലും മിനിമം നമുക്കിത് നമ്മുടെ ലിപ്സിൽ സ്റ്റേ ചെയ്യും. ഒരു വെറൈറ്റി ഓഫ് കളേഴ്സിൽ നമുക്ക് വെല്ലിനോടെ നമ്മുടെ ലിപ്സ്റ്റിക്സ് അവൈലബിൾ ആണ്. ദെൻ ഐലൈനർ ഇല്ലാതെ നമ്മള് വിമൻ ആസ് എ വിമൻ നമുക്കൊരു ജീവിതമില്ല ഐലൈനർ ഇല്ലാതെ. നമ്മൾ ഒരു മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ നമ്മൾ ഐലൈനർ നമുക്ക് മസ്റ്റ് ആണ്. സോ അവിടെ മാക്സിമം സ്റ്റേ ചെയ്യുന്ന സ്മഡ്ജ് പ്രൂഫ് ആയിട്ടുള്ള ഐലൈനേഴ്സ് ഉണ്ട് നമുക്ക് വെല്ലിനോയിന്. ജെൽ ഐലൈനേഴ്സ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഒരുപാട് നെയിൽ പോളിഷും ഒരുപാട് നെയിൽ കളേഴ്സ്, നെയിൽ ലാക്വേഴ്സ് അവൈലബിൾ ആണ്. സോ സ്കിൻ കെയർ പോലെ തന്നെ നമുക്ക് ഹെയർ കെയറും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹെയർ കെയർ എന്ന് പറയുമ്പോഴത്തേനും ഇപ്പൊ തന്നെ പ്രീമച്ചുവർ ഏജിങ്, ഈ സൺ ഡാമേജ് നമ്മുടെ ഹെയറിലും വരുന്നുണ്ട്. പിന്നെ ഹെയർ ഫോൾ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. ചെറിയ കുട്ടികൾ തൊട്ട് ഉള്ള പ്രശ്നമാണ് ഹെയർ ഫോൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വീക്ക്ലി നമുക്ക് ഓയിലിംഗ് ചെയ്യാം. ഓയിലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഓയിലിംഗ് ചെയ്യുമ്പോൾ നമ്മളൊരു 2 hours ഓയിൽ ഇട്ടിട്ട് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഷാമ്പൂവും കണ്ടീഷണറും യൂസ് ചെയ്ത് നമ്മളത് വാഷ് ചെയ്ത് കളയണം. ഓയിൽ ഒരിക്കലും നമ്മുടെ തലയിൽ ഇരിക്കരുത്. അത് പിന്നെ ഡാൻഡ്രഫ് ആയിട്ട് ബിൽഡപ്പ് ഉണ്ടാക്കി നമ്മുടെ ഹെയർ ഡാമേജ് ആക്കാനുള്ള സാധ്യതയുണ്ട്. സോ നമുക്ക് ഹെയർ ഓയിൽ ഉണ്ട്, യൂസ് ചെയ്ത് 2 hours വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ആന്റി ഹെയർ ഫോൾ ബോൺസ് റീസ്റ്റോർ ഷാമ്പൂ ഉണ്ട്, അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കണ്ടീഷണർ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് പ്രൊട്ടക്റ്റീവ് സിറം ഉണ്ട്. സോ ഇങ്ങനെ ഹെയർ കെയറിലും ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇതോടെ എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമാണ്. ഒരുപാടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്നാലും ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയറിന്റെ ഒരു കോൺസെപ്റ്റ്സ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ലെൻഡിങ് യുവർ ടൈം. താങ്ക് യു ഫോർ പേഷ്യൻലി ലിസണിങ്. എല്ലാവർക്കും എല്ലാവരുടെയും ഡ്രീം അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിഷ് യു വെൽത്ത്. താങ്ക് യു. കേൾക്കുന്നില്ല. ഓക്കെ മാം, എല്ലാവർക്കും ഒരുപാട് അറിവ് ലഭിച്ചു. നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഞങ്ങൾ പോയിട്ട് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം അവരാദ്യം പറയുന്നതൊക്കെ ഒരു കാര്യമാണ്, ഞങ്ങൾ ഡോക്ടറോട് ചോദിക്കട്ടെ, ഡോക്ടറോട് സജഷൻ ചോദിക്കട്ടെ, ഡോക്ടർ സമ്മതിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം മാമിനെ പോലെയുള്ളവരുടെ പ്രസൻസ് ഞങ്ങളുടെ പോലെ ഉള്ളവരുടെ ഈ ബിസിനസ്സിൽ ഏറ്റവും അത്യാവശ്യമാണ്. അതായത് ഒരു ഡോക്ടർ അതിന്റെ ആധികാരികതയോടെ പറയുമ്പോൾ എന്താണ്, ആൾക്കാർ കൂടുതൽ കൺവിൻസ്ഡ് ആവും. ഞങ്ങൾ ഇത് എത്ര തന്നെ പറഞ്ഞു കഴിഞ്ഞാലും കൺവിൻസ്ഡ്, അവരെ കൺവിൻസ് ചെയ്യാൻ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതുപോലെ ചെയ്തത് ഇതുപോലെ ഒരു സെഷൻ നിന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരുപാട് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് എനിക്ക് 100% എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും. പിന്നെ ആസ് എ ഡോക്ടർ അറിയാലോ, ഞാൻ ഇൻഗ്രീഡിയൻസ് നോക്കിയേ യൂസ് ചെയ്യുള്ളൂ, സേഫ് ആണെങ്കിൽ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മുടെ പ്രോഡക്ട്സ് അത്രയും ഗുഡ് പ്രോഡക്ട്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അത്രയും റെക്കമെൻഡ് ചെയ്ത് ഞാൻ ഈ സെഷനിൽ നിൽക്കാമെന്ന് തന്നെ പറഞ്ഞ് ഞാനത് വോളണ്ടറിലി ഞാനത് എടുത്തത്. അപ്പൊ അത് ഞങ്ങൾക്ക് എല്ലാ വെസ്റ്റിജൻസിനും വളരെ ഒരു അനുഗ്രഹമായിരുന്നു. ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവർക്കും തന്നെ ഒരു അനുഗ്രഹമായിരുന്നു. അതായത് നമുക്ക് സെൽഫായിട്ട് യൂസ് ചെയ്യാനും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനും പറ്റുന്ന ഉതകുന്ന ഒരുപാട് അറിവുകൾ മാം ഇന്ന് പറഞ്ഞു തന്നു. പിന്നെ ആദ്യം പറഞ്ഞു, പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഇതും ഉണ്ടായിരുന്നില്ല, ഫീലിംഗും ഉണ്ടായിരുന്നില്ല. വളരെ നല്ല രീതിയിൽ തന്നെ, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഒരു ഫിയറോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ പിന്നെ എല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ചും ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ഒരു ബ്രാൻഡ് നമ്മൾ എങ്ങനെ തെരഞ്ഞെടുക്കണം, അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ഉണ്ടാവണം, അത് എങ്ങനത്തെ ബ്രാൻഡ് തെരഞ്ഞെടുക്കണം എന്ന് വരെ, അത് എന്താണ് അതിന്റെ ആധികാരികത എന്നെല്ലാം തന്നെ മാം പറഞ്ഞു തന്നു.
അപ്പം എല്ലാവരുടെ പേരിലും ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരുടെ പേരിലും വെസ്റ്റിജിന്റെ പേരിലും വെസ്റ്റിജ് എൻ്റെ ഫാമിലിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. അപ്പൊ വീണ്ടും ഞങ്ങൾക്ക് ഇതുപോലെ മറ്റുള്ള പ്രൊഡക്റ്റുകളുമായിട്ട് ഇനി ഒരു സപ്ലിമെന്റേഷനെ കുറിച്ചും കൂടി ഞങ്ങൾക്ക് ഇനി ഒരു സെഷൻ ചെയ്തു തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാരും ചോദിക്കും ഇത് ഉള്ളിൽ കഴിക്കാവോ എന്ന്. നമ്മൾ അവരുടെ നിന്നും ഡെമോ പോലെ കഴിച്ച് കാണിച്ചാലും അവർ ചോദിക്കും കഴിക്കാവോ എന്നുള്ളത്. അതൊരു ക്വസ്റ്റ്യൻ ആണ് അവിടെ. അപ്പൊ ഫുഡ് സപ്ലിമെന്റ് ആണല്ലോ, അപ്പം അതിനെക്കുറിച്ചും കൂടി ഞാൻ ഒരു സെഷൻ പ്രതീക്ഷിക്കുന്നു. എനിവേ താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. എല്ലാവരും അറിയാം, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഡോക്ടർക്ക് തന്നെ ഞങ്ങൾ ഒരിക്കൽ കൂടി എന്റെ പേരിലും ഓൾ വെസ്റ്റിജിയൻസിന്റെ പേരിലും എല്ലാം നന്ദി അറിയിക്കുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അപ്പോൾ